Hi dear students, next problem is evaluate integral 1 to 2 integral 1 by y to y root of y by x into e raised to root xy dx dy. ഈ ക്വസ്റ്റ്യനിലെ പ്രത്യേകത എന്താ വെച്ചാല് ഒരു ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേഷൻ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. പക്ഷെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ വെക്കാതെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഫോർമുല നമുക്കറിയാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ f of xy dx dy equal to double integral over g f of x is u of g of uv h of uv mod Jacobian of u and v into d du dv എന്താണ് ഓർഡർ. അപ്പൊ ഈ മെത്തേഡിൽ തന്നെ ചെയ്യണം നമ്മള്. അപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കാം, യുവും വിയും പുട്ട് യു ആൻഡ് വി. നമുക്ക് യുക്ക് വൈ ബൈ എക്സും വിക്ക് എക്സ് വൈയും കൊടുക്കാൻ പറ്റില്ല, കാരണം ഇ റൈസ് ടു റൂട്ട് എക്സ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ റൂട്ട് ഉൾപ്പെടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലുള്ളൂ. കാരണം ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രലേ നമുക്കറിയുള്ളൂ, ഇ റൈസ് ടു റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയില്ല. അപ്പൊ യു ഈക്വൽ ടു റൂട്ട് വൈ ബൈ എക്സ്, വി ഈക്വൽ ടു റൂട്ട് എക്സ് വൈ, അല്ലെങ്കിൽ നേരെ തിരിച്ച് റൂട്ട് എക്സ് വൈക്കും റൂട്ട് വൈ ബൈ എക്സിനുമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോ ഇങ്ങനെയാണ് കൊടുക്കുക. യു ഈക്വൽ ടു റൂട്ട് എക്സ് വൈ കൊടുക്കുക, വി ഈക്വൽ ടു റൂട്ട് വൈ ബൈ എക്സ് കൊടുക്കുക. നമുക്ക് രണ്ട് ടേമും ഇതിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എക്സും വൈയും ഇവാലുവേറ്റ് ചെയ്യാം. വളരെ എളുപ്പം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കാരണം യു സ്ക്വയർ ഈക്വൽ ടു എക്സ് വൈ എന്നും വി സ്ക്വയർ ഈക്വൽ ടു വൈ ബൈ എക്സ്. ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താല് u square v square equal to xy into y by x എന്നിട്ട് y square, that is y equal to uv. അതേപോലെ രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്താലോ, what is u square by v square, രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്താല് u square by v square എന്ന് കിട്ടും, xy by y by x is x square y by y is x square, that is x equal to u by v എന്നും y equal to u. നിങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ യു വി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഇവിടെ എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പൊ എക്സും വൈയും കിട്ടി നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പായി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് ജക്കോബിയൻ കാണാം. What is Jacobian of determine dou x by dou u, dou x by dou v, dou y by dou u, dou y by dou v. എക്സിനെ യുവിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറഞ്ഞാല് 1 by v is a constant. യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by v ആണ് ഡോ എക്സ് ബൈ ഡോ യു വരിക. അതേസമയം ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ യു കോൺസ്റ്റന്റ് ആയിരിക്കും, 1 by v ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് 1 by v സ്ക്വയർ, അപ്പൊ മൈനസ് യു ബൈ വി സ്ക്വയർ ആയിരിക്കും വരിക.
ഇനി വൈനെ യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി കിട്ടും, വൈനെ വിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു കിട്ടും. സോ ജക്കോബിയൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ യു ബൈ വി മൈനസ് പ്ലസ് എന്താ യു ബൈ വി അല്ലെ, വി ഇൻറ്റു യു ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2u by v ആയിരിക്കും ജക്കോബിയന്റെ വാല്യൂ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ജെ ഓഫ് യു ആൻഡ് വി കിട്ടി ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി. ഇനി നമുക്ക് റീജിയൻ വരക്കാം. വാട്ട് ഈസ് ദ റീജിയൻ ആർ? ആർ എന്ന് പറഞ്ഞാല് എക്സിന്റെ എക്സ് 1/y 2y ആണ്, വൈന്റെ ലിമിറ്റ് 1 to 2 ആണ്. അപ്പോ 1/y എക്സ് ഈക്വൽ ടു 1/y, അപ്പോ എക്സ് ഈക്വൽ ടു 1/y ടു എക്സ് ഈക്വൽ ടു y ആണ്. എക്സ് ഈക്വൽ ടു 1/y എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1/x ആണ് നമുക്കറിയാം അല്ലെ, y ഈക്വൽ ടു x. അപ്പൊ ഈ രണ്ട് ഗ്രാഫ് വരക്കണം ആദ്യം, പിന്നെ y ഈക്വൽ ടു 1 ഉം y ഈക്വൽ ടു 2 ഉം വരക്കണം. y ഈക്വൽ ടു 2 ഇത്രയും ഗ്രാഫ് വരച്ചാൽ നമുക്ക് നമ്മളുടെ റീജിയൻ 6 മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ y ഈക്വൽ ടു എക്സ് നമുക്കറിയാം, എക്സ് ആക്സിനെയും y ആക്സിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകും. y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാല് y ഈക്വൽ ടു y ഈക്വൽ ടു 1 ഉം y ഈക്വൽ ടു 2 അവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത് നോക്കാം. y ഈക്വൽ ടു 1/x, y ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആകുമ്പോൾ 1 ആയിരിക്കും, 1/2 ആകുമ്പോൾ 1/2 ആയിരിക്കും, 1/2 ആകുമ്പോൾ 2 ആയിരിക്കും. 1/x ഗ്രാഫ് നിങ്ങൾ വരഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ. ഇതാണ് 1/x ഗ്രാഫ്. ഇനി y ഈക്വൽ ടു y ഈക്വൽ ടു 1 ടു y ഈക്വൽ ടു 2. y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇതാണ് y ഈക്വൽ ടു 1 വരിക. y ഈക്വൽ ടു 2 ഇവിടെ വിചാരിക്കുക, y ഈക്വൽ ടു 2. So this will be the line y equal to 2. Now നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ x, ഇതാണ് x ഈക്വൽ ടു 1/y, ഇതാണ് x ഈക്വൽ ടു y. ഇത് മുതൽ ഇതുവരെയാണ് ഹൊറിസോണ്ടൽ വേരിയേഷൻ. വെർട്ടിക്കൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1 മുതൽ y ഈക്വൽ ടു 2. അപ്പോൾ ഹൊറിസോണ്ടലി ഇറ്റ് വേരീസ് ലൈക്ക് ദിസ്. Horizontally it varies like this between y equal to 1 and y equal to 2. Vertical variation but this is our region. This is the region R. Doubt എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. യെസ്, ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി ആണ് കാണേണ്ടത്. അപ്പൊ ജി കാണുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിതാ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ഇതാണ് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ഈ ഭാഗം ഈ മൂന്ന് ഗ്രാഫും വരണം. ഈ മൂന്നിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വി പ്ലെയിനിലുള്ള ഗ്രാഫ് വരക്കുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ട. അതാണ് നമ്മുടെ ഈ മൂന്ന് സൈഡിനും കറസ്പോണ്ടിങ് ആയിട്ട് യു വി പ്ലെയിൻ എന്താണ്, അതാണ് ജി ഉണ്ടാവുക. നമുക്ക് വരക്കാം. ഇവിടെ ഒരു മൂലക്ക് നിന്നോട്ടെ. നമ്മളുടെ ഇക്വേഷൻസ് യുവും വിയും തമ്മിലുള്ള എക്സ് ഈക്വൽ ടു യു ബൈ വി, വൈ ഈക്വൽ ടു യു. നമ്മുടെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു യു ബൈ വി, വൈ ഈക്വൽ ടു യു വി ആണ്.
അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ഫസ്റ്റ് ഇത് ഈ സൈഡ് എടുക്കാം. ഈ സൈഡ് ഏതാണ്? എക്സ് ഈക്വൽ ടു 1/y. എക്സ് ഈക്വൽ ടു 1/y. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1/y എന്നുള്ളത് ഇവിടെ വരുമ്പോൾ എന്താവും? എക്സിന്റെ വാല്യൂ എന്താണ്? u/v ഈക്വൽ ടു 1/uv, റൈറ്റ്? ഇതിൽ നമുക്ക് എന്തിട്ടും? ഇതിൽ നിന്ന് രണ്ട് വിയും തമ്മിൽ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ടാവുക? u equal to 1 by or u square equal to 1 or u equal to 1. So this side correspond to u equal to 1 in that plane. അപ്പോൾ ഒരു കർവ് കിട്ടി. ഒന്നാമത്തത് നമുക്ക് കിട്ടിയ u equal to 1 ആണ്. ഇനി രണ്ടാമത്തെ നമുക്ക് വേറെ ഏതെങ്കിലും എടുക്കാം. ഈ x equal to y എടുക്കാം. ഇതാണ് നമ്മൾ ഒന്നാമത്തെ എടുത്ത്. രണ്ടാമത്തത് ഇതെടുക്കുക. മൂന്നാമത്തെ ഇതെടുക്കുക. രണ്ടാമത്തെ എന്താണ്? x equal to y ആണ്. x equal to y ഇവിടെ എന്തായി മാറുന്നില്ല. x equal to y ആണ് u/v equal to uv എന്നാണ്. That is u cancels. That is v square equal to 1 implies v equal to 1 എന്നാണ് രണ്ടാമത്തെ കിട്ടുക. രണ്ടാമത്തായിട്ട് കിട്ടുക v equal to 1. ഈ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് v equal to 1 ആണ് കിട്ടുക. ഇനി മൂന്നാമത്തത് y equal to 2. y equal to 2 എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ uv equal to 2 ആണ്. or v equal to 2/u ആണ്. v equal to 2/u. അപ്പൊ ഇനി നമുക്ക് മൂന്ന് ഗ്രാഫ് വരക്കണം. ഏതൊക്കെ ഗ്രാഫ് വരക്കണം? ഒന്നാമത്തത് ഇതിന് കറസ്പോണ്ടിങ് ആയില്ല. അത് x equal to 1/y ക്ക് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടിയ u equal to 1 ആണ് ഫസ്റ്റ് ഗ്രാഫ്. രണ്ടാമത്തെ ഗ്രാഫ് x equal to y ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ v equal to 1. മൂന്നാമത്തത് നമുക്ക് y equal to 2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള v equal to 2/u എന്നുള്ള ഗ്രാഫ്, റൈറ്റ്? അപ്പോൾ ഈ മൂന്ന് ഗ്രാഫ് നമുക്ക് വരച്ചു നോക്കാം. ഇത് u, ഇത് v. അപ്പൊ ആദ്യത്തെ u equal to 1 ആണ്. u equal to 1 പറഞ്ഞാൽ 1 വരക്കുന്ന ഇതാണ് 1 എന്ന് വിചാരിക്കുക. This line is u equal to 1. Now what is v? രണ്ടാമത്തെ v equal to 1 ആണ്. v equal to 1 അതേപോലെ this is v equal to 1. രണ്ടാമത്തെ അടുത്ത v equal to 2/u ആണ്. അപ്പൊ u equal to 1 കൊടുത്തു നോക്കുക. u equal to 0 പറ്റൂലല്ലോ. v equal to 2/u ഇവാലുവേറ്റ് ചെയ്യാൻ 2-3 പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യുക. u v equal to 2/u നമ്മൾ ഗ്രാഫ് വരക്കുന്ന പോലെ തന്നെ 1ൽ ഇവാലുവേറ്റ് ചെയ്യുക. 1ൽ v equal to 2/1 കിട്ടും. 1 ആകുമ്പോൾ 2 ആകുമ്പോഴോ 1, റൈറ്റ്? ഇനി ഒരു 1 into 2 3/2 ആകുമ്പോഴോ 3/2 ആകുമ്പോൾ എന്തായിരിക്കും? 2/u 2/3/2 is 4/3. അപ്പൊ നമുക്ക് അതിന്റെ ഗ്രാഫ് വരക്കാം. എന്താ 1 ആകുമ്പോൾ 2 ആണ്. u 1 ആകുമ്പോൾ v equal to 2 ആണ്. u 1 ആകുമ്പോൾ v equal to 2 ആണ്. ഇതായിരിക്കും 2. ആ പോയിന്റ് അവിടെ ഉണ്ടാവാം. u equal to 1, v equal to 2. രണ്ടാമത്തത് u equal to 2, v equal to 1. u equal to 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക. v equal to 1 ഇവിടെ ഉണ്ടാവുക. സോ പോയിന്റ്. ഇനി 1നും 2ക്കും ഇടയിൽ 3/2 എന്നുള്ളൊരു പോയിന്റ് എടുത്താൽ 3/2 എന്നുള്ള പോയിന്റിൽ 4/3 എന്നാണ്. 4/3 പറഞ്ഞാൽ 1നേക്കാളും കുറച്ച് കൂടും അല്ലെ? ഒരു 1/3 കൂടും. This may be that point. So ഇതായിരിക്കും ആ ഗ്രാഫ്. u equal to 1 എന്നാണ് ഫസ്റ്റ് സൈഡ്. u equal to 1 എന്നുള്ള ഫസ്റ്റ് സൈഡും v equal to 1 എന്നുള്ള സെക്കൻഡ് സൈഡും v equal to 2/u എന്ന് പറയുന്ന തേർഡ് സൈഡും കൂടി ഉണ്ടാവുന്ന റീജിയൻ ഇതായിരിക്കും നമ്മളുടെ. ദിസ് റീജിയൻ വിൽ ബി അവർ G.
So on G, we have to find the limit of integration. For limit of integration, we can take the constant limit, ഒരു ഡയറക്ഷനിൽ കോൺസ്റ്റന്റ് ലിമിറ്റ് എടുക്കുക, ഒരു ഡയറക്ഷനിൽ വേരിയബിൾ ലിമിറ്റ് എടുക്കുക. ഈ വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഈ വേരിയേഷൻ എടുക്കുക, ഒരു ഇതും നിൽക്കില്ല. വെർട്ടിക്കൽ ആയിട്ടുള്ള വേരിയേഷൻ എടുക്കുക. വെർട്ടിക്കൽ ആയിട്ട് അടിയിൽ എന്താണ് ഉണ്ടാവുക? v equal to 1. v varies from 1 to, ഇവിടെ എന്താണ് v ന്റെ വാല്യൂ? 2/u. v varies so on G, v varies from 1 to 2/u, and you take the constant limit. u എന്ന് പറഞ്ഞാൽ ഈ റീജിയനിൽ ഇതാ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വേരിയേഷൻ u varies from 1 to പരമാവധി വേരിയേഷൻ അല്ലേ? 1 ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 ആണ്, റൈറ്റ്? അപ്പൊ ജിന്റെ ലിമിറ്റ് വളരെ പെട്ടെന്ന് കിട്ടും. v varies from 1 to 2/u and u varies from 1 to 2. Therefore double integral over r root of y by x e raised to root of xy dx dy equal to double integral over g root of y by x, that is root of v e raised to root of y by x എന്ന് പറഞ്ഞാൽ v ആണ്. v into e raised to u into Jacobian of mod Jacobian എന്ന് പറഞ്ഞാൽ 2u by v into du dv is our integral, and the limit is readily available. v varies from constant limit u ആണ്. u varies from 1 to 2. v varies from 1 to 2/u. ഈ vയും ഈ vയും ക്യാൻസൽ ആവും. ബാക്കി എന്താ? 2u e raised to u, അതും dv, ആദ്യം ഇതാ വേണ്ടി വരാം dv du. ആദ്യം നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ that is equal to integral u varies from 1 to 2, integral v varies from 1 to 2/u. v ലാണ് ഇന്റഗ്രേഷൻ, അപ്പൊ 2 കോൺസ്റ്റന്റ് ആണ്, u കോൺസ്റ്റന്റ് ആണ്, e raised to u കോൺസ്റ്റന്റ് ആണ്. Integrating with respect to v, we get constant into v, and v varies from 1 to 2/u into du. That is equal to integral 1 to u ആണെന്നില്ല, 2u e raised to u into 2/u minus 1 into ഈ യുവിനെ അകത്തേക്കാണ് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ ടേമിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അങ്ങനെയല്ലേ നല്ലത്. ഇന്റഗ്രൽ 1 to 2, 2u 2/u മൾട്ടിപ്ലൈ ചെയ്താൽ 4 e raised to u minus 2u e raised to u into is equal to 4 into integral 1 to 2 e raised to u du minus 2 into integral 1 to 2 u e raised to u. Is 4 into e raised to u 1 to 2 integral 1 to 2 minus 2 into ഇതിനെ integration by parts ചെയ്യേണ്ടി വരും. First function into integral of the second function minus integral of derivative of first function into integral of second function within the limits 1 to 2, 1 to 2. So that is equal to 4 into e raised to 2 minus e raised to 1 is e square minus e minus 2 into
2 കൊടുത്ത 2e സ്ക്വയർ മൈനസ് e അല്ലേ e മൈനസ് again e raised to integrate ചെയ്ത e raised to u 1 to 2 എന്ന് പറഞ്ഞാൽ e സ്ക്വയർ മൈനസ് that is 4 into e square minus e minus 2 into ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്താൽ 2e square minus e minus e square plus e. Return 4e square minus 4e minus the minus e plusing cancel ആവും the e square ആവും ഇത് രണ്ടും കൂടിയിട്ട് വെറും minus 2e square it is 2e square minus 4e or 2e into 2 minus this will be the answer. Now substitution in triple integrals. ട്രിപ്പിൾ ഇന്റഗ്രൽ ആകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നറിയാം, പക്ഷെ ഇവാലുവേഷൻ കുറച്ചുകൂടി വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. അപ്പൊ ഇതില് 1-2 സോൾവ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ഞാൻ സോൾവ് ചെയ്യാം, ഒന്ന് നിങ്ങൾ സോൾവ് ചെയ്താൽ എന്തായാലും ഒന്ന് നിങ്ങൾ സോൾവ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം എന്തായിരിക്കും ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി f of x y z dx dy dz ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ഒരു മിനിറ്റ്. അപ്പേ ഇതിനെങ്ങനെയായിരിക്കും ഫോർമുല നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഇതിപ്പോ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി. അപ്പൊ നമ്മൾ എക്സിന് x ഈക്വൽ ടു വേറെ 3 വേരിയബിൾ ആവണം. അപ്പോ g ഓഫ് u v w y ഈക്വൽ ടു h ഓഫ് u v w z ഈക്വൽ ടു സം k ഓഫ് u v w. അങ്ങനെ 3 ഫംഗ്ഷൻ ആണ് വിചാരിച്ചത്. അപ്പൊ f ഓഫ് എക്സിന് നമ്മള് g ഓഫ് u v w എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. എന്താണ് നമ്മളെ ഫംഗ്ഷൻ u പ്ലസ് v പ്ലസ് w എന്നൊക്കെ കാര്യം ചിലപ്പോ. അതേപോലെ h ഓഫ് u v w, അതേപോലെ k ഓഫ് u v w ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താണ് നമ്മൾ ജക്കോബിയന്റെ ടേം ഇവിടെ വരിക മോഡ് j ഓഫ് u v w ആണ് ഇൻറ്റു du dv dw ആയിരിക്കും ഫോർമുല. പക്ഷെ ഇവിടെ നമ്മൾക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വാട്ട് വിൽ ബി j ഓഫ് u v w, വാട്ട് വിൽ ബി ജക്കോബിയൻ ഓഫ് 3 വേരിയബിൾസ് j u v w എന്നായിരിക്കും dou x by dou u, dou x by dou v, dou x by dou w ഫസ്റ്റ് റോ. ഇനി അടുത്ത y ൻ്റെത് dou y by dou u, dou y by dou v, dou y by dou w, dou z by dou u, dou z by dou v, dou z by dou w. This will be the Jacobian of u, v and w. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വരും എന്ന് നോക്കാം. for cylindrical polar coordinates
or cylindrical polar coordinates. And then transformation area x equal to r cos theta, y equal to r sin theta, z equal to z. So ഇവിടെ x y z ൽ നിന്ന് r theta z ലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്, റൈറ്റ്? x y z ൽ നിന്ന് r theta z ലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. നമുക്ക് ആദ്യം ജക്കോബിയൻ എന്താണ് വരിക നോക്കാം. What will be Jacobian of r theta z? Is equal to determinant dou x by dou r dou y by dou x by dou theta dou x by dou z dou y by dou r dou y by dou theta dou y by dou z dou z by dou r dou z by dou theta and dou z by dou z. ഇവിടെ നമുക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സും സെഡും പരസ്പരം ഇൻഡിപെൻഡന്റ് ആണ് നമുക്കറിയാം. അപ്പൊ ഈ ഡോ എക്സ് ബൈ ഡോ സെറ്റും ഡോ വൈ ബൈ ഡോ സെറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എക്സും ആറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് എങ്ങനെയാണ്? ഇവിടുന്ന് കിട്ടും. ഡോ എക്സ് ബൈ ഡോ ആർ ഇവിടുന്ന് കിട്ടും. വാട്ട് വിൽ ബി ഡോ എക്സ് ബൈ ഡോ ആർ? കോസ് തീറ്റ. ഡിറ്റർമിൻ കോസ് തീറ്റ. വാട്ട് വിൽ ബി ഡോ വൈ ബൈ ഡോ എക്സ് ബൈ ഡോ തീറ്റ? ഡോ എക്സ് ബൈ ഡോ തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ. minus r sin theta, and what will be dou x by dou z? ഞാൻ പറഞ്ഞ പോലെ 0 ആയിരിക്കും. dou y by dou r എന്ന് പറഞ്ഞാൽ അതേപോലെ sin theta, dou y by dou theta r cos theta, dou y by dou z എന്ന് പറഞ്ഞാൽ 0, dou z by dou r എന്ന് പറഞ്ഞാല് dou z by z ല് r ഇല്ല, 0. ഡോ സെഡ് ബൈ ഡോ തീറ്റ, സെഡില് സെഡ് മാത്രമേ ഉള്ളൂ, തീറ്റ ഇല്ല, ആറും ഇല്ല. ഇനി ഡോ സെഡ് ബൈ ഡോ സെഡ് എന്തായിരിക്കും? 1. ദിസ് വിൽ ബി ദ ഡിറ്റർമിനന്റ്. ഈ ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ഈ 1 എക്സ്പാൻഡ് ചെയ്താൽ നമ്മൾ ചെയ്ത് നോക്കാം. ദിസ് ഈക്വൽ ടു കോസ് തീറ്റ ദിസ് ആർ കോസ് തീറ്റ മൈനസ് 0 എന്ന് കിട്ടും, അല്ലേ? കോസ് തീറ്റ ഇൻറ്റു ആർ കോസ് തീറ്റ മൈനസ് 0 എന്ന് കിട്ടും. ഇനി പ്ലസ് ആർ സൈൻ തീറ്റ ഇൻറ്റു പ്ലസ് ആർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 0 എന്ന് കിട്ടും. അടുത്ത ടേം 0 ആയിരിക്കും. സോ ഈക്വൽ ടു ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ആർ. Therefore ഡബിൾ ഇന്റഗ്രൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ് ജക്കോബിയൻ ഓഫ് ആർ തീറ്റ z ഈക്വൽ ടു ആർ എന്ന് കിട്ടി. ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് x equal to r cos theta, y equal to r sin theta, z is again z, mod JUV എന്ന് പറഞ്ഞ jr theta z എന്നാണ് r into dr d theta dz. Okay, again polar formula പോലെ r extra ഇവിടെയും. This the transformation in cylindrical polar coordinates. Similarly, we can find spherical polar coordinate system. In spherical polar coordinate system, we have x equal to rho cos theta, y equal to rho sin theta, z equal to
ഇവിടെ cos theta sin phi, ഇവിടെ sin phi, ഇവിടെ sin phi, ഇവിടെ rho cos. These are the equations of transformation. Therefore, Jacobian here equal to determinant dou x by dou rho, dou x by dou theta, rho phi theta എന്നാണ് ഓർഡർ വരാം. rho phi theta ആണ് ഓർഡർ വരാം. theta ലാസ്റ്റ് ആണ്. dou x by dou phi, dou x by dou rho phi, dou x by dou theta. Dou y by dou rho, dou y by dou phi, dou y by dou theta. അതുപോലെ ലാസ്റ്റ് റോ dou y by dou theta, dou z by dou theta. Sorry. This will be the Jacobian, and if we evaluate this Jacobian, we will get rho square sin phi. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ rho square sin phi. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ d f of x y z dx dy dz equal to integral over g f of rho x rho cos theta sin phi, rho sin theta sin phi, rho cos phi into rho square sin phi into d rho d phi d theta. This will be the transformation. ഇനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തതിനോട് സിമിലർ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ഈ പ്രോബ്ലം നിങ്ങൾ പഠിച്ചു വെക്കുക. നോക്കുക, ടഫാണ്, എന്താ പറയാ, ഈ പ്രോബ്ലം വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല, നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ഡിഫിക്കൽട്ടി ലെവൽ തന്നെ ഉള്ളൂ. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ 0 to 3, integral 0 to 4, integral x equal to y by 2 to x equal to y by 2 plus 1, 2x minus y by 2 plus z by 3, dx dy dz. ഇവിടെ നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മള് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നോക്കുക, u ഈക്വൽ ടു നമ്മൾ എടുക്കുക ഇതാണ്, അതായത് u ഈക്വൽ ടു നമ്മൾ ഈ ടേമിന് എടുക്കുക, u ഈക്വൽ ടു 2x മൈനസ് y by 2, v ഈക്വൽ ടു ഈ ലിമിറ്റിൽ കിടക്കണ y by 2 കണ്ടുകൊടുക്കുക. നമുക്ക് സൗകര്യം ഉണ്ടാവും, ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സൗകര്യപ്പെട്ട ഒരു ലീനിയർ ഫാക്ടർ ആണ് ശരിക്ക്. v equal to y by 2 എടുക്കുക, w equal to this z by 3 എടുക്കുക. This will be our substitution. and ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്താൽ x equal to u plus v, y equal to 2v and z equal to 3w എന്ന് നിങ്ങൾക്ക് ഈ മൂന്ന് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടും. കാരണം 2u equal to 2x minus y, അല്ലെങ്കിൽ u plus v ചെയ്താൽ മതി. u plus v ചെയ്താൽ മൈനസ് y by 2 പ്ലസ് y by 2 ക്യാൻസൽ ആവും, അപ്പൊ 2x by 2x ആയി കിട്ടും. പിന്നെ ഇതിൽ നിന്ന് z equal to 3w എന്ന് ഇവിടുന്ന് നേരിട്ട് കിട്ടും. z equal to 3w എന്ന് ഇവിടുന്ന് നേരിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് എക്സും പിന്നെന്താണ് കിട്ടേണ്ടത്, ഇതിൽ നിന്ന് y equal to 2v ഇവിടുന്ന് കിട്ടും അല്ലെ, y equal to 2v ഇവിടുന്ന് കിട്ടും. ഓക്കെ,
അപ്പൊ ഇത് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ജക്കോബിയൻ കാണണം. ജക്കോബിയൻ കണ്ടാല് ജക്കോബിയൻ ഈക്വൽ ടു ജക്കോബിയൻ ഓഫ് UVW equal to determinant dou u dou x by dou u dou x by dou v dou x by dou w dou y by dou u dou y by dou v dou y by dou w dou z by dou u dou z by dou v dou z by dou w. Is that what is dou u x by dou u? 1 dou x by dou v 1 dou x by dou w x u plus v and w less 0 dou y by dou u 0 dou y by dou v 2 dou y by dou w 0 dou z by dou x 0 dou x by dou z by dou y 0 dou v 0 dou z by dou w 3. This determinant equal to 1 into 6 minus 0 minus 1 into rowing column 0 minus 0 plus 0, that is 6. 6 will be the answer. Now what about the integral? Triple integral over d 2x minus y by 2 plus z by 3 d x dy dz. Triple integral over g. What is 2x minus y by 2 u plus w into mod juv du dv. That's equal to triple integral over g u plus w into 6 into du dv. dw. ഈ റീജിയൻ സ്കെച്ച് ചെയ്യാനൊക്കെ എങ്ങനെയായിരുന്നു, പക്ഷെ നമുക്ക് ലിമിറ്റ് കാണാൻ അതിനേക്കാളും എളുപ്പവഴിയുണ്ട്. അതെന്താന്ന് നോക്കാം. 3 ഡയമെൻഷനിൽ ലിമിറ്റ് കാണാൻ നമ്മൾ സ്കെച്ച് ചെയ്ത് ചെയ്യേണ്ട കാര്യമല്ല. കാരണം നമുക്കിവിടെ ലിമിറ്റിലേക്ക് ഒന്നുകൂടി നോക്കാം. ഓൺ നമ്മളുടെ ഡി x varies from y by 2 to y by 2 y by 2 plus 1 and y varies from y varies from 0 or and z varies from 0 to. Now what is x, y and z? X equal to u plus v. So the first on g you can write x is u plus v. U plus v varies from y by 2 is v to v plus 1. Right? അതേപോലെ രണ്ടാമത്തെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ y ലെസ് ദാൻ ഓർ ഈക്വൽ 4 എന്നുള്ളത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ what is y
to be less than or equal to 4 എന്നാവും. അതുപോലെ 0 less than or equal to z less than or equal to 3 എന്നുള്ളത് 3w less than or equal to 2 3 എന്നാവും. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഇതിനെ നമുക്ക് ഈ ലിമിറ്റ് എന്താവും? ഇതിന് ആദ്യ ഇക്വേഷൻ വി എല്ലായിടത്തും ക്യാൻസൽ ആവുമല്ലോ. അപ്പൊ യു വേരീസ് ഫ്രം 0 to 1 ആവും, v varies from 0 to 2 ആവും, w varies from 0 to 1 എന്നായി മാറും. So that our limit of integration becomes the constant limit x varies from. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ടു ഇന്റഗ്രൽ w varies from 0 to 1, v varies from and u varies from. v 0 to 2, u 0 to 1. Six into u plus w into du dv dw. What will be that? ഇത് നമുക്ക് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. 6 into 6 can be taken outside. W 0 to 1, v 0 to 2 into 0 to 1 u plus w into du into dv dw. That's equal to 6 into integral 0 to 1 integral 0 to 2 u square by 2 plus w u varies from 0 to 1 dw is equal to 6 into integral 0 to 1 0 to 2 1 by 2 plus w ഉണ്ടാവുക അല്ലേ, dv dw again is equal to 6 into integral 0 to 1 into 1 by 2 നെ അടുത്ത ഇന്റഗ്രൽ എന്ന് പറഞ്ഞാല് ബിയിലുള്ളത് ചെയ്യാം അല്ലെ. അപ്പൊ 1 by 2 into b plus w into b v varies from 0 to 2 dw. That is equal to 16 integral 0 to 1 1 by 2 into 2 plus 2w into dw. ലോവർ ലിമിറ്റ് 0 ആയിപ്പോ, അതുകൊണ്ട് അപ്പർ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. That is 6 into integral 0 to 1 1 plus 2w dw. What will be the value? It's equal to 6 into w plus 2w square by 2 0 to 1 is equal to 6 into 1 plus 1 12 will be the answer. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കാം, നമുക്ക് ശരിക്കും ഈ ചിത്രത്തിന്റെ ആവശ്യമില്ല, നേരിട്ട് തന്നെ ചെയ്യാം. നേരിട്ട് തന്നെ ചെയ്യാൻ നമ്മൾ ജിയിലുള്ള ഇക്വേഷനിലേക്ക് ഈ യു എന്താ എക്സിലും വൈയിലും ഡിയിലുള്ള ഇക്വേഷനെ യു വി ഡബ്ല്യൂയിലേക്ക് മാറ്റാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അത് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. ഈവൻ ഇറ്റ് ഈസ് സിംപ്ലർ ദാൻ 2 dimension എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ.